കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടായി. CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി സ്കൂളിന് മുന്നിൽ കൂട്ടത്തല്ല് നടന്നു. റിയാസ് KMR ആ കൂട്ടത്തല്ല് കാണിച്ചു തരുന്നു. റിയാസ് KMR. ഇപ്പോഴും ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി, കോഴിക്കോട് പുതിയറയിലുള്ള പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്, അവിടെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഈ സ്കൂളിന്റെ മുൻപിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യം തന്നെയാണ്. പരസ്പരം ചേരിതിരിഞ്ഞ് CPIMന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഏറ്റുമുട്ടുകയും കൂട്ടത്തല്ല് നടത്തുകയും പോർവിളിക്കുകയും പരസ്പരം തെറിവാക്കുകൾ ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഭീഷണി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ മണിക്കൂറുകളായി. ഇപ്പോഴും അതിനൊരു അയവ് വന്നിട്ടില്ല. ഇപ്പോൾ CPIM പ്രവർത്തകരോട് M മെഹബൂബ് സംസാരിക്കുകയാണ്. CPIMന്റെ ജില്ലാ സെക്രട്ടറി അംഗമാണ് അദ്ദേഹം. കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാനാണ് അദ്ദേഹം. ഇപ്പോൾ അവരോട് സംസാരിക്കുകയാണ്. പോലീസിനെതിരെ പോലീസ് പറയുന്നത് ഉൾക്കൊള്ളണം എന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നു. മറുഭാഗത്ത് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെയും MK രാഘവൻ MPയുടെയും നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ സാധാരണക്കാരായ പ്രവർത്തകരാണ് പരസ്പരം പോർമുഖം തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അല്ല, ഇതിൽ റിയാസ് KMR ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ഈ സംഘർഷത്തിന്റെ കാരണമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. അതിൽ പ്രത്യേകിച്ചും ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ വിമതരായിട്ടുള്ള ഒരു വിഭാഗമുണ്ടല്ലോ, ആ വിമത വിഭാഗത്തോട് കോൺഗ്രസിലെ ഔദ്യോഗിക വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷം നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ CPIMുമായും സംഘർഷം എന്ന് പറയുമ്പോൾ ആരോടാണ് സംഘർഷം? അതായത് വിമതപക്ഷത്തോടൊപ്പം CPIM നിന്നുകൊണ്ട് ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തോട് എതിർക്കുകയാണോ ചെയ്തത്? തീർച്ചയായും. അതായത് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച ഘടകം തന്നെ ഈ നേരത്തെ ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് കാലങ്ങളായി കോൺഗ്രസിന്റെ കൈവശമുള്ള ബാങ്കാണ്. നിലവിലെ ഭരണസമിതി നേരത്തെ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം, ജില്ലാ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ച് അവിടെ നിയമിച്ച ആളുകൾ തന്നെയാണ്, അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെയാണ് നിലവിലെ ഭരണസമിതി നേതൃത്വം എന്ന് പറയുന്നത്. പിന്നീട് അവർ ഔദ്യോഗിക ഈ DCCയുമായി ഒക്കെ തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം, അവർക്കെതിരെ വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അതായത് ഈ CPIMകാർക്ക് അവിടെ കൂടുതൽ ലോണുകൾ അനുവദിക്കുന്നു, കോൺഗ്രസുകാർക്ക് കൃത്യമായി ലോണുകൾ അനുവദിക്കുന്നില്ല, മെമ്പർഷിപ്പ് നൽകുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ വരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവനെതിരെ അടക്കം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി നിലവിലെ ഭരണസമിതിയുടെ ചെയർമാനായ GC പ്രശാന്ത് കുമാറിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം, KV സുബ്രഹ്മണ്യൻ അടക്കമുള്ള ഡയറക്ടറെയും പുറത്താക്കുന്നു. എന്നാൽ ഇവർക്ക് പിന്തുണയുമായി 7 ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് വന്നതോടുകൂടി അവർക്കെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിന് നടപടി സ്വീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ കോൺഗ്രസ് ഇവരെല്ലാം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി ബാങ്ക് ഭരണസമിതി പുതിയ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട വിഭാഗവും DCCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട വിഭാഗത്തിന് CPIMന്റെ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ CPIM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടുന്നത്. അതായത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട CPIM പിന്തുണയോടുകൂടി മത്സരിക്കുന്നവർക്ക് വേണ്ടി CPIM പ്രവർത്തകരും എതിർ വിഭാഗത്ത്, അതായത് DCCയുടെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന ഔദ്യോഗിക പക്ഷത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പരസ്പരം കലഹിക്കുകയും വാക്കേറ്റമുണ്ടാകുകയും ഏറ്റുമുട്ടുകയും പോർവിളി നടത്തുകയും ഭീഷണി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്ന, പരസ്പരം തെറി വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതാണ് ഇപ്പോൾ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിന് നേരിയൊരു അയവ് വന്നിട്ടുണ്ട്. കാരണം നേതാക്കൾ, ഇരുഭാഗത്തെയും നേതാക്കൾ, പ്രത്യേകിച്ച് CPIMന്റെ ഭാഗത്തു നിന്നും M മെഹബൂബ് അടക്കമുള്ള നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കുന്നു. മറുഭാഗത്ത് MK രാഘവൻ MP അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തകരെയും ശാന്തരാക്കി നിർത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ശരി, ആ ദൃശ്യങ്ങൾ നമ്മൾക്ക് പ്രേക്ഷകർക്കായി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് ലഭിച്ച മുറയ്ക്ക് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇതിൽ തെറിവാക്കുകളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. ഇതിലെ പല ശബ്ദങ്ങളും മ്യൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഗർഭിണികളും 18 വയസ്സിൽ താഴെയുള്ളവരും ഈ ദൃശ്യങ്ങൾ കാണുന്നതിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുക. ഒരുപക്ഷെ തെറിവാക്കുകൾ ഉണ്ടായേക്കാം. ആ ദൃശ്യങ്ങൾ ശബ്ദത്തോടു കൂടി സംപ്രേഷണം ചെയ്യുന്നു കുറച്ചു നേരത്തേക്ക്.